ഇപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ദേശീയപാത പൂർണ്ണമായാൽ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം പൂർണ്ണമായാൽ തീർച്ചയായിട്ടും അതൊരു തെരഞ്ഞെടുപ്പ് വിഷയം കൂടിയാണ്. ഞങ്ങളുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ്, നിങ്ങൾക്ക് കൺമുമ്പിൽ കാണാൻ കഴിയുന്ന ഈ പാത എന്ന് പറഞ്ഞ് തന്നെയായിരിക്കും നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ആ നറേറ്റീവിനെ പരാജയപ്പെടുത്തുന്ന വിധത്തിലാണോ ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? ഇവിടെ ഇപ്പോൾ പാത പൂർത്തിയാകാൻ നേരത്ത് മലബാറിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നു. ഒരു സ്ഥലത്തല്ല, കാഞ്ഞങ്ങാട് മാവുങ്കൽ മുതൽ ഇവിടെ ഇപ്പോൾ ചാവക്കാട് വരെ പലയിടത്തായി ആളുകൾ പലതരത്തിലുള്ള ആശങ്കകൾ പങ്കുവയ്ക്കുകയാണ്. കോഴിക്കോടുണ്ട്, മലാപ്പറമ്പിൽ സർവീസ് റോഡിലേക്ക് വെള്ളം കയറുന്ന പ്രശ്നമടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിൽ രാഷ്ട്രീയം തീരെയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഈ പാതയിൽ ഒരു സുരക്ഷാ ഓഡിറ്റ് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഞങ്ങളുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമായി ഈ പാത നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ പോരാ, ഇത് സുരക്ഷിതമായ ആളുകൾക്ക് യാത്ര ചെയ്യാനും ചുറ്റുപാടുള്ള ആളുകൾക്ക് സുരക്ഷിതമായി അതിന് തീരത്ത് താമസിക്കാനും കഴിയണമല്ലോ. അപ്പോൾ ഈ പാത മുഴുവൻ, പൂർത്തിയായ പാത മുഴുവൻ ഒരു സുരക്ഷാ ഓഡിറ്റിന് വിധേയമാക്കേണ്ടി വരില്ലേ? അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ ഒരു പാത നിർമ്മിക്കുന്നതിൻ്റെ പ്രപ്പോസലുകൾ സമർപ്പിക്കുന്ന സമയത്ത് അവരവരുടെ കൺസൾട്ടൻസികളുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്ത് കരാറുകാരെ ഏൽപ്പിച്ച് എല്ലാമാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ട പണി എന്താ? നമ്മൾ സ്ഥലം അക്വയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ഇവർക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ആ സൗകര്യങ്ങളെല്ലാം ഫലപ്രദമായി ഒരുക്കി കൊടുത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേരളത്തിൽ ഇങ്ങനൊരു വികസനം വരേണ്ടതില്ല എന്ന് വാശി പിടിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങളെ എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കാനൊക്കെയുള്ള ഒരു ഇടപെടൽ നടത്തി. അതിന് കത്തെഴുതി കാത്തിരുന്നതല്ല, അതിന് കേരളത്തിൻ്റെ പണം കണ്ടെത്തി കേരളത്തിൻ്റെ പണം അവർക്ക് 6000 കോടിയോളം രൂപ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുകയാണോ കിഫ്ബി മുഖാന്തരം ഗവൺമെൻറ് ചെയ്തത്? അതൊരു നേട്ടം തന്നെയാണ്. അത് ഞങ്ങൾ ഇനിയും പറയും. അതിനിപ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്ന് കരുതി പറയാതിരിക്കുന്നില്ല, അത് ഞങ്ങൾ പറയും. ഇത് മാത്രമല്ല, തീരദേശ പാത ഇതാ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അവിടെയും ഇതുപോലെ തന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 1166 കിലോമീറ്ററിൽ 793 കിലോമീറ്റർ ദൂരത്തേക്ക് പണി നടന്നുകൊണ്ടിരിക്കുക. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് തന്നെ പണി നടക്കുന്ന തീരദേശപാതയിൽ 3 റീച്ചുകൾ പൂർത്തീകരിച്ചു. അങ്ങനെ കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുക. എൻ്റെ കയ്യിലുള്ളത് 20-ാം തീയതി ഇറങ്ങിയ മനോരമ പത്രമാണ്. മനോരമ പത്രം അതിൽ തന്നെ പശ്ചാത്തല മേഖലയിൽ, പശ്ചാത്തല വികസന മേഖലയിൽ ഇവർ കൊടുത്തത് 10ൽ 6 മാർക്കാണ്. മനോരമ കൊടുത്ത മാർക്കാണ്. ഇതിൻ്റെയൊക്കെ അസ്വസ്ഥത കേരളത്തിലെ ചിലർക്കുണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ്. ഈ ഒരു അപകടമുണ്ടായി എന്ന് കരുതി കേരളത്തിന്റെ വികസനത്തെ കാണാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. കേരളത്തിലെ ജനങ്ങളും അത് കാണാതിരിക്കില്ല. ഇപ്പൊ ഇവിടെ അബ്ദുറഹ്മാൻ സാഹിബൊക്കെ പറഞ്ഞതുപോലെ കുറെ കാര്യങ്ങൾ അന്ന് ഈ സമരത്തിനും ഇങ്ങനെയുള്ള വരട്ടുവാദങ്ങളൊക്കെ കൂടുതലായി ഉപയോഗിച്ചിരുന്ന ഒരു വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് ആർക്കറിയാത്തത്? ചില ഇങ്ങനെയുള്ള മതസംഘടനകൾ അതിൻ്റെ ബോധപൂർവമായി ഇടപെടൽ നടത്തി അവരുടേതായ ഐഡന്റിറ്റി ഉണ്ടാക്കാനൊക്കെ ശ്രമം നടത്തിയിരുന്നു. ഞങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് നാട്ടിലുള്ള അപകടങ്ങൾ തിരിച്ചറിഞ്ഞ് അത് സൂചിപ്പിച്ച് ഈ പദ്ധതി ആകെ വേണ്ട എന്നൊന്നും ഒരു കാലത്തും ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. വികസനം വരണം എന്ന കാഴ്ചപ്പാട് തന്നെയാണ് മുന്നോട്ട് വെച്ചത്. ഇവിടെ ഗെയിൽ പൈപ്പ് ലൈനിന്റെ പദ്ധതി നടക്കുന്ന സമയത്ത് ഈ ജമാഅത്തെ ഇസ്ലാമിയും ഈ SDPIയും മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ കൂടിച്ചേർന്ന് മുസ്ലിം ലീഗിന്റെ സമരസമിതി കൺവീനറുടെ നേതൃത്വത്തിൽ നടുറോട്ടിൽ നിസ്കാര സമരം നടത്തി വികസനത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചവരായി ഇവര്. ബോധപൂർവമായി അതിനെ വർഗീയമായി ചിത്രീകരിക്കാൻ. അവിടെ ആ നിസ്കാര സമരത്തിനിടയിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ എന്തായിരുന്നു സാഹചര്യം? അങ്ങനെയൊക്കെ വികസനത്തെ മുടക്കാൻ ശ്രമിച്ചവരാണ് ഇന്ന് വന്ന് വലിയ വർത്തമാനം പറയുന്നത്. എന്ത് വികസനത്തിനാണ് ഇവര് നേതൃത്വം കൊടുത്തത്? 2015 ഇത് അവസാനിപ്പിച്ചു പോയി. വളരെ കൃത്യമായി NHAയും കേന്ദ്ര ഗവൺമെന്റും പറഞ്ഞു ഞങ്ങൾ ഈ പദ്ധതി ഉപേക്ഷിക്കുന്നു എന്ന്. 2013 തന്നെ ഇത് ഏകദേശം അവസാനിപ്പിച്ച മട്ടായല്ലോ. അന്ന് ഇവരാണല്ലോ ഇവിടെയും അവിടെയും ഒക്കെ. നിങ്ങൾ ഉൾപ്പെടെ ജോലി ചെയ്ത ഒരു സ്ഥാപനം മീഡിയ വൺ. ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ അതിലൊരു വാർത്ത 2014 നവംബർ മാസം 25-ാം തീയതി വന്നത്. അതിൽ പറഞ്ഞത് കേരളത്തിൽ 7 ഹൈവേ വികസന പദ്ധതി ഉപേക്ഷിച്ചു എന്നുള്ളതാ. കേന്ദ്ര ഗവൺമെന്റ് 7 ഹൈവേ പദ്ധതികൾ ഉപേക്ഷിച്ചു എന്ന് ഇന്ത്യ വിഷൻ വാർത്ത അന്ന്. അങ്ങനെ കേരളത്തിൽ ഒരു ഹൈവേ പദ്ധതിയോ മറ്റേതെങ്കിലും വികസന പദ്ധതികളോ ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നത് ഇവിടെ. അതിനൊരു ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ഇല്ല. ആ സാഹചര്യമാണ് മാറിയത് 2016 മുതൽ. ഇച്ഛാശക്തിയോടുകൂടി നല്ല ആർജവത്തോടുകൂടി വികസനം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുക. ഇങ്ങനെയുള്ള അപകടങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ NHAയുടെ ഒക്കെ ഉദ്യോഗസ്ഥർ വലിയ കൃത്യമായ പരിശോധന നടത്തി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇത് നടത്തുക, ഇത് പ്രാവർത്തികമാക്കുക എന്നുള്ളൊക്കെ ബോധ്യത്തിലാണ് നമ്മൾ ഇടപെടുക. അങ്ങനെ ഒരു അപകടം നടന്നപ്പോഴേക്കും കിട്ടിപ്പോയി, ലോട്ടറി അടിച്ചു എന്നുള്ള തരത്തിൽ തുള്ളിച്ചാടുകയാണ്. അങ്ങനെ തുള്ളിച്ചാടരുത്.
ഇത് നമ്മുടെ നാടിന്റെ പ്രശ്നമാണ്. ഞാനും നിങ്ങളും എല്ലാവരും യാത്ര ചെയ്യുന്ന റോഡാ. മുഖ്യമന്ത്രി ആയാലും നാട്ടിലെ സാധാരണക്കാരനും ഒക്കെ ആവശ്യം വന്നാൽ ഉപയോഗിക്കേണ്ട റോഡുകളാണിത്. ഈ റോഡിന്റെ വിവിധ റീച്ചുകൾ പല ഭാഗങ്ങളിൽ ഇവിടെ കഴക്കൂട്ടം ഉൾപ്പെടെ തുറന്നു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെയാണ് 93-94% പൂർത്തീകരിച്ച ഒരു റോഡിൽ അപകടമുണ്ടായത്. അത് പരിഹരിക്കണം. അത് പരിഹരിച്ച് കേരളത്തിന്റെ ഈ വികസനം മുന്നോട്ട് പോകണം. കേരളത്തിൽ ദേശീയപാത വരണം. അതിനാവശ്യമായ ഇടപെടലുകൾക്ക് തന്നെയാണ് വളരെ പോസിറ്റീവായിട്ട് ഞങ്ങൾ നേതൃത്വം കൊടുക്കുക. ശരി.